കുവൈറ്റിൽ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ പരാജയപ്പെടുത്തി വ്യോമ പ്രതിരോധ സേന. അതിർത്തിയിൽ 2 സുരക്ഷാ ഉദ്യോഗസ്ഥർ വീരമൃത്യു വരിച്ചു. സോഷ്യൽ സെക്യൂരിറ്റി ആസ്ഥാനത്ത് വിമാനത്താവളത്തിലും തീപിടുത്തമുണ്ടായി. ആക്രമണങ്ങളെ തുടർന്നുള്ള തീപിടുത്തങ്ങൾ ഫയർഫോഴ്സ് നിയന്ത്രണ വിധേയമാക്കി. ഇടങ്ങളിലായി ഉണ്ടായ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളെ തുടർന്ന് രാജ്യം അതീവ ജാഗ്രതയിൽ. രാജ്യത്തിന് നേരെ തൊടുത്തുവിട്ട 3 ബാലിസ്റ്റിക് മിസൈലുകൾ കുവൈറ്റ് വ്യോമ പ്രതിരോധ സേന ആകാശത്ത് വെച്ച് തകർത്തു. ആക്രമണങ്ങളിൽ പ്രതിരോധ ദൗത്യത്തിനിടെ 2 ആഭ്യന്തര മന്ത്രാലയ ഉദ്യോഗസ്ഥർ വീരമൃത്യു വരിച്ചു. സോഷ്യൽ സെക്യൂരിറ്റി ആസ്ഥാനത്തിന് നേരെയും വിമാനത്താവളത്തിലെ ഇന്ധന ടാങ്കുകൾക്ക് നേരെയും ഉണ്ടായ ആക്രമണങ്ങളെ തുടർന്നുള്ള തീപിടുത്തങ്ങൾ ഫയർഫോഴ്സ് നിയന്ത്രണ വിധേയമാക്കി. ഇന്ന് പുലർച്ചെയാണ് കുവൈറ്റിന്റെ ആകാശപരിധി ലംഘിച്ചെത്തിയ 3 ബാലിസ്റ്റിക് മിസൈലുകളെയും ഡ്രോണുകളെയും വ്യോമ പ്രതിരോധ സംവിധാനം തകർത്തത്. നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടെങ്കിലും ജനങ്ങൾ പരിഭ്രാന്തരാകേണ്ടതില്ലെന്നും സുരക്ഷാ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും പ്രതിരോധ മന്ത്രാലയ വക്താവ് ബ്രിഗേഡിയർ ജനറൽ സൗദ് അൽ ഒദൈബി അറിയിച്ചു. അതിർത്തി സുരക്ഷാ വിഭാഗങ്ങളിലെ മേജർ ഫഹദ് അബ്ദുൽ അസീസ് അൽ മജ്മൈദ്, വാറന്റ് ഓഫീസർ അബ്ദുള്ള ഇമാദ് അൽ ഷറ എന്നിവരാണ് ഔദ്യോഗിക കൃത്യനിർവഹണത്തിനിടെ ഇന്ന് പുലർച്ചെ വീരമൃത്യു വരിച്ചത്. ഇവരുടെ വേർപാട് ആഭ്യന്തര മന്ത്രാലയം ആഴത്തിലുള്ള ദുഃഖം രേഖപ്പെടുത്തി. കുവൈറ്റ് സിറ്റിയുള്ള PIFSS പ്രധാന കെട്ടിടത്തിന് നേരെയും പുലർച്ചെ ആക്രമണമുണ്ടായി. ആക്രമണത്തിൽ കെട്ടിടത്തിനുള്ളിൽ തീപിടുത്തമുണ്ടായെങ്കിലും ഉടൻ തന്നെ ഫയർഫോഴ്സ് സുരക്ഷാ സേനയും സ്ഥലത്തെത്തി സ്ഥിതി നിയന്ത്രണ വിധേയമാക്കി. ആക്രമണ സമയത്ത് കെട്ടിടത്തിനുള്ളിലുണ്ടായിരുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥരെ സുരക്ഷിതമായി ഒഴിപ്പിച്ചു. പ്രധാന ആസ്ഥാനം ഇന്ന് അടച്ചിടുമെങ്കിലും സ്ഥാപനത്തിന്റെ സുപ്രധാന ഡേറ്റാ ശേഖരങ്ങളെല്ലാം സുരക്ഷിതമാണെന്നും ഓൺലൈൻ സേവനങ്ങൾ ലഭ്യമാണെന്നും ആക്ടിംഗ് ഡയറക്ടർ ജനറൽ ഖാലിദ് അൽ മുദാഫ് വ്യക്തമാക്കി. അതേസമയം കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ഇന്ധന ടാങ്കുകൾക്ക് നേരെയുണ്ടായ തീപിടുത്തവും ഫയർഫോഴ്സ് വിജയകരമായി അണച്ചു. ഇവിടെ ആർക്കും പരിക്കേറ്റിട്ടില്ലെന്ന് ബ്രിഗേഡിയർ ജനറൽ മുഹമ്മദ് അൽ ഗരീബ് അറിയിച്ചു. രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ സുരക്ഷാ സേന സജ്ജമാണെന്നും ഔദ്യോഗിക അറിയിപ്പുകൾ മാത്രം പിന്തുടരണമെന്നും അധികൃതർ ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. നിലവിൽ സുരക്ഷിതമായ മറ്റ് കേന്ദ്രങ്ങളിൽ നിന്നാണ് ഓഫീസ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. ജനം, കുവൈറ്റ്.